ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്നത് ജൂൺ മാസം 2-ാം തീയതിയാണ്. ഈ വ്യാഴമാറ്റത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വ്യാഴം ഏറ്റവും അധികം ബലവാനാകുന്ന ഉച്ചസ്ഥനാകുന്ന രാശിയാണ് കർക്കിടകം രാശി. ഇപ്പോൾ മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 2026 ജൂൺ മാസം 2-ന് മിഥുന രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് തൻ്റെ ഉച്ചരാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ്. കർക്കിടകം രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. കർക്കിടകം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ഒരു 12 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഒരു 6 രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ജീവിതം മാറിമറിയുന്ന തരത്തിൽ, ജീവിതം രക്ഷപ്പെടുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്നത്. 12 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഈ ഒരു വ്യാഴമാറ്റം, കർക്കിടകം രാശിയിൽ വ്യാഴം ബലവാനാകുന്ന സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഇപ്പോൾ വ്യാഴ മഹാദശ നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമൊക്കെ നടക്കുന്നവരാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ആ ഗുണഫലങ്ങൾ ലഭിക്കും. ജാതകപ്രകാരം വ്യാഴം ശുഭനാണെങ്കിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾക്കും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. കാരണം 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാകുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകപ്രകാരം കൂടെ അനുകൂലമായിട്ടുള്ള ദശാസന്ധിയോ മറ്റു കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിൽ ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു മഹാഭാഗ്യം, ജീവിത വിജയങ്ങൾ ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം, വലിയ മാറ്റങ്ങൾ, നന്മകൾ നൽകുന്ന ഒരു വർഷക്കാലമാണ് ഇനി മുന്നോട്ട് വരാനുള്ളത്. ഒരു 7.5 ശനിയിലെ വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് മേടം രാശിയിൽപ്പെട്ട പലരും. നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് അത്രമേൽ അനുഗ്രഹമാണ്. വ്യാഴം മേടം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാധിപതിയാണ്. ഭാഗ്യാധിപതിയായ ഗ്രഹം ഉച്ചസ്ഥനാകുന്ന ഈ ഒരു സമയം, അതും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അനുഭവത്തിൽ വരുന്നത് മാനസികമായിട്ടുള്ളൊരു സുഖം, സമാധാനം, സന്തോഷമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറി മനസ്സിന് സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആരോഗ്യം നിങ്ങൾക്ക് പഴയ സ്ഥിതിയിലേക്ക് വന്നു ചേരും. നടത്തി വരുന്ന ചികിത്സകളൊക്കെ ഫലപ്രദമാകും. മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷമാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ആ പണം, ധനവരവ് വന്നു ചേരും എന്നുള്ളതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടു കിട്ടുന്ന സമയവും, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം, പലതരത്തിലുള്ള സഹായങ്ങൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ഗൃഹനിർമ്മാണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാൻ യോഗമുള്ള ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. സ്വന്തമായി ഭൂമി, ഗൃഹത്തിനുള്ള യോഗം ഈ വർഷം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നു. വണ്ടി വാഹന യോഗങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരും. മേടം രാശിക്കാരെ സംബന്ധിച്ച് ധാരാളം ചിലവുകൾ വന്നു ചേരുന്ന ഒരു വർഷമാണിത്. ധാരാളം ചിലവുകളെന്ന് പറഞ്ഞാൽ അതെല്ലാം പൂർണ്ണമായും ശുഭ ചിലവുകളായിട്ടായിരിക്കും വന്നു ചേരുക. ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, വിവാഹം നടക്കുക, അതുപോലെ വിദേശ ജോലി, വിദേശ യാത്രയൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. കടൽ കടന്ന് പോകുവാൻ യോഗം ഈ ഒരു വർഷം മേടം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നതാണ്. വിദേശ ജോലി ഭാഗ്യമൊക്കെ ഉണ്ടാകും.
ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ ഈ വർഷം നൽകും. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഗുണപ്രദമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ലഭിക്കുക. അനാവശ്യ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് 7.5 ശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ ഏഴര ശനിയിൽ ഇപ്പോൾ ശനി 12ാം ഭാവമായി വ്യയസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിലാണ് മേടം രാശിക്കാർക്കുള്ളത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ 7.5 ശനിയുടെ ആദ്യ 2.5 വർഷക്കാലത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്തിൽ ശനി സഞ്ചരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നല്ലൊരു വ്യാഴമാറ്റം കേന്ദ്രസ്ഥാനമായ 4ാം ഭാവത്തിൽ ഭാഗ്യാധിപതി സഞ്ചരിക്കുന്ന, ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകൾ തരും. എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും. ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം പറഞ്ഞ പ്രകാരം ഈ ഒരു സമയത്ത് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം അത്യുത്തമമാണ്. വ്യാഴം നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനത്തിലേക്ക് വരുന്ന സമയമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പൂർണ്ണ ശുഭനാണ്. 2ാം ഭാവം ധനസ്ഥാനം, കുടുംബസ്ഥാനം, വാക്കുസ്ഥാനമായതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ഒരു വർഷക്കാലമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന മിഥുനരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന അനുഭവം ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് പാലിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹം. മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറി ആ കുടുംബ ബന്ധങ്ങളിലൊരു അന്യോന്യം വന്നു ചേരുക. ആ ബന്ധങ്ങളൊക്കെ നല്ല ദൃഢമായി മുന്നോട്ട് പോകുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മിഥുനരാശിയിൽപ്പെട്ട ദമ്പതികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഒരു ദാമ്പത്യ സുഖം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. പല കാര്യകാരണങ്ങൾ കൊണ്ട് 2 ഇടങ്ങളിലായിട്ട് കഴിഞ്ഞു വരുന്ന ദമ്പതികളാണെങ്കിൽ അത് ജോലി കാര്യമായിട്ടോ മറ്റു പല കാര്യങ്ങളാകാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന കാലഘട്ടം വിട്ടുമാറുന്നു. ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഈ ഒരു സമയത്തുണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള നല്ലൊരു പുനർവിവാഹവും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് മിഥുന രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. പ്രധാനമായിട്ടും മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, നിങ്ങളുടെ കർമ്മ മേഖലയിൽ ലഭിക്കുന്ന മാറ്റങ്ങളാണെന്ന് മനസ്സിലാക്കുക. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജോലിയിലുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി മാറിക്കിട്ടുന്നതാണ്. വ്യാഴം നിങ്ങൾക്ക് കർമ്മകാരകനായ ഗ്രഹം കൂടെ ആയതുകൊണ്ട് 10ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ കുറേ കാലങ്ങളായി ജോലിയിൽ ലഭിക്കാതിരുന്ന ഒരു ജോലി ഉയർച്ച, പദവി ഉയർച്ച, സ്ഥാനമാറ്റം, ഇടം മാറ്റം ഇതൊക്കെ ലഭിക്കും. ശമ്പള വർധനവ് ലഭിക്കുക, ആഗ്രഹിച്ച സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച മറ്റൊരു രാജ്യത്തേക്ക് ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലി ഭാഗ്യവും ഈ ഒരു സമയത്ത് വന്നു ചേരും.
സ്വന്തമായി പുതിയതായി ഒരു തൊഴിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പിലോ അല്ലാതെയോ ഒക്കെ ആരംഭിക്കുവാനുള്ള ഒരവസരവും നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ബിസിനസ്സൊക്കെ നടത്തി വരുന്ന മിഥുനരാശിക്കാർക്കും അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ് മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ് ജൂൺ 2 മുതൽ ഈ വ്യാഴമാറ്റം നൽകുന്നത്. പ്രധാനമായും മിഥുനരാശിക്കാർക്ക് വ്യാഴമാറ്റം അത്യുത്തമമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തിപരമായി അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് സമയം ഏറ്റവും അനുകൂലമാകുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ രാശിയിൽ തന്നെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം, ജന്മരാശിയിൽ, അതും ഉച്ചസ്ഥനായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നൽകുന്ന ഗ്രഹവും ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റുന്ന ഗ്രഹവുമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തോടു കൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും വിട്ടുമാറും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടുകിട്ടുന്ന സമയവും നടത്തിവരുന്ന ചികിത്സകളൊക്കെ ഫലപ്രദത്തിലാവുക, ആശുപത്രിവാസം, രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായ മുക്തി വ്യാഴം നൽകും. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറുന്ന ഒരു വർഷക്കാലമായിരിക്കും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടുകയും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു പണവരവ്, ധനവരവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഒക്കെ നിലനിന്നിരുന്ന അനാവശ്യമായിട്ട് നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുന്ന രീതിയോ അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന രീതിയോ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും സ്വന്തം ബന്ധങ്ങളിലും ഒക്കെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക, അതുപോലെ തന്നെ പലത് ഒഴിഞ്ഞ് വിട്ടുമാറിപ്പോവുക, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഉത്തമമായ സമയമാണ്. പൊതുവെ കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത്. പലർക്കും സ്വന്തമായിട്ട് ഏറെക്കാലങ്ങളായിട്ട് മനസ്സിലാഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടൊരു വീട്, ഒരു ഭവനം എന്നുള്ള ആഗ്രഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു വർഷക്കാലമാണ്. സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗം, ആ വീടിനുള്ള യോഗം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളൊരു 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്ന സമയം. നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ പുത്രഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് വ്യാഴം നൽകും. ദാമ്പത്യ സുഖം ഇതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ തന്നെ മുറിവേൽപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിന് പൂർണ്ണ സമാധാനവും സന്തോഷവും സുഖവും ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത്. ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ ധൈര്യമായി മുന്നിട്ടിറങ്ങാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതെല്ലാം പൂർണ്ണ വിജയത്തിലെത്തും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളെ അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് വിട്ടുമാറി വളരെ നല്ല മാറ്റമുണ്ടാകും. ഇനി വ്യക്തിപരമായിട്ട് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ അത് നിങ്ങൾ കന്നിരാശിക്കാർക്കാണ്. കന്നിരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 11ാം ഭാവമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം. അപ്പോൾ 11ലെ വ്യാഴമെന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യമാണ്.
നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ രീതിയിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷമതകൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ ചെയ്യുന്ന ജോലി, തൊഴിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല രീതിയിൽ കടന്നു പോകുന്ന കന്നിരാശിക്കാർക്ക് പ്രത്യേകിച്ച് ആ ഒരു കണ്ടകശനിയുടെ ബുദ്ധിമുട്ടൊക്കെ ധാരാളമായിട്ട് അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. 11-ൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും. നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ കാര്യ വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഓരോന്നും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ചെയ്യുന്ന ജോലി തൊഴിലിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആണെങ്കിലും ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്നതോ സ്വന്തം ബന്ധങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു വ്യാഴമാറ്റം നൽകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ നിന്നുപോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന ഒരു സമയമാണ്. ആ പണം നിങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചെറുതാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സമ്പാദ്യം ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നല്ല വിവാഹം, മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയം, ദാമ്പത്യ സുഖം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കന്നിരാശിക്കാർക്ക്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്. അല്ലെങ്കിൽ ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതം ഒരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ടായി ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പുനർവിവാഹത്തിന് കുറേ കാലങ്ങളായി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പുനർവിവാഹവും വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. ശാരീരികവും മാനസികവുമായ സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം, ജോലി എന്താണോ അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെയാണ് ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി വന്നു ചേരുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ഉന്നതി തീർച്ചയായിട്ടും വന്നു ചേരുന്ന സമയമാണ്. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൈകളിൽ വരുന്ന പണം നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ അനുഭവം ഉണ്ടായിരുന്നു. പലർക്കും അനാവശ്യമായിട്ട് ഒരുപാട് പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കും. ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും ലഭിക്കുന്ന സമയമാണ്. 11-ലെ വ്യാഴം സർവാഭീഷ്ടമാണ് നൽകുന്നത്. സ്വന്തമായ ഭൂമി, ഗൃഹം ഇതിന് യോഗമുള്ള സമയം, വണ്ടിവാഹന യോഗങ്ങൾ, നല്ല ജോലി ഭാഗ്യം, കർമ്മരംഗത്ത് ഉയർച്ച, അങ്ങനെ എല്ലാവിധ നന്മകളും ഈ ഒരു സമയം വ്യാഴം കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്ര ജാതകർക്ക് നൽകും. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വർഷക്കാല സമയമാണ്. അത് കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവർ ഈശ്വരാനുഗ്രഹം കാണുവാൻ സാധിക്കും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ദുഃഖദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി വളരെ നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി ജീവിതത്തിൽ വലിയ തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക. പ്രത്യേകിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ്. ധനപരമായ മുന്നേറ്റം, നേട്ടമെന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാം. കാരണം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാണ് ധനകാരകനായ ഗ്രഹം. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് ഏതു തരം സാമ്പത്തിക ബാധ്യതയും ആകാം. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഭൂമി, വീടുണ്ട്, ആ ഭൂമി, വീട് സംബന്ധിച്ചിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണെങ്കിലും, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണെങ്കിലും,
മറ്റ് ഏത് തരത്തിലുള്ള ബാധ്യതകളാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകൂ. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിനും പരിഹാരമുണ്ടാകും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഒരു വർഷക്കാലമായിരിക്കും. പലതരത്തിലുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു നന്മ ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ്. അകന്നിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ കൂടിച്ചേരുവാനുള്ള അവസരങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നതാണ്. അതുപോലെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായിട്ടൊരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു വർഷക്കാലം കൂടിയാണിത്. കാരണം വ്യാഴം നിങ്ങൾക്ക് പുത്രകാരകനായിട്ടുള്ള ഗ്രഹവുമാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ സ്വന്തമായ ഭൂമി, ഗൃഹം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശത്ത് പോയി പഠിക്കുവാനുള്ള യോഗം ഉണ്ടാവുക, വിദേശ ജോലി ഭാഗ്യം ലഭിക്കുക, നല്ലൊരു ജോലി ഈ ഒരു വർഷക്കാലം അവരിലേക്ക് വന്നു ചേരും. കഴിഞ്ഞ കുറേ കാലങ്ങളായി കുട്ടികളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആകുലതകൾ, വിഷമതകൾ, ആ പരിശ്രമങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടായി. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു മംഗല്യ ഭാഗ്യം, വിവാഹ യോഗം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണിത്. വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് സ്വന്തം സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവ യോഗം, ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലവുമാണ് ഇത്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഗ്രഹമായതുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറും എന്നുള്ളതാണ്. ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഓരോ വ്യക്തികൾക്കും വന്നു ചേരുന്നത്. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണിത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ മുന്നേറ്റം ലഭിക്കുന്നത്, സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്നത്, നല്ല ജോലി, പദവി ഇതൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലം, നല്ല വിവാഹം, സന്താന ഭാഗ്യം ഒക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലവും, ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തീർച്ചയായിട്ടും സാമ്പത്തിക പുരോഗതി ഈ ഒരു വർഷക്കാലം വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. സമാധാനമായി സന്തോഷമായി മുന്നോട്ട് പോകൂ. ഇനി സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർവിക വഴിയിൽ, അച്ഛൻ്റെയോ അമ്മയുടെയോ പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് ഇത്. ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായ, അതായത് മീനം രാശിയിൽ ജനിക്കുന്നവരുടെ രാശ്യാധിപനാണ് വ്യാഴം. മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപൻ. അങ്ങനെയുള്ള വ്യാഴം നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് ഉച്ചസ്ഥനാകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 7ര ശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്ന തരത്തിലാണ് മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, അലച്ചിലുകൾ, ബന്ധത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുവേണ്ട ചതി, വഞ്ചന, അപമാനം, ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോയ പല വ്യക്തികളുടെയും ജീവിതം അത്രമേൽ താഴേക്ക് പതിച്ച അനുഭവമുണ്ട്. ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും 7ര ശനി തുടങ്ങിയ കാലം മുതൽ അനുഭവിക്കുന്നു. ഇപ്പോൾ ഈ ജന്മശനി കാലഘട്ടത്തിൽ തലയിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ തിരിഞ്ഞു നോക്കുന്ന എല്ലായിടത്തും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഭൂരിഭാഗം മീനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരും.
അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പ്രത്യേകം എടുത്തു പറയുന്നില്ല. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ മുഖാന്തരം വിഷമിക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങളുടെ ആരോഗ്യം വീണ്ടുകിട്ടുന്ന സമയം. അപമാനം, ചതി, വഞ്ചന ഈ ഒരു കാര്യങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തികൾക്ക് അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മാറ്റം, ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് രാശ്യാധിപനും നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയുമായതിനാൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു മീനരാശിയിൽപ്പെട്ട വ്യക്തിക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി നല്ലൊരു ജോലി ലഭിക്കും. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കുറേ കാലങ്ങളായി ലഭിക്കാതിരുന്ന പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, നന്മകൾ, ഉയർച്ചകൾ, നേട്ടങ്ങൾ ഇതൊക്കെ ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളിലേക്ക് അനുഭവത്തിൽ വരും. ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ ആ കർമ്മം മുഖാന്തരം ധാരാളം ധനവരവുണ്ടാവുക, സാമ്പത്തിക ഉയർച്ച ലഭിക്കും. വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. പുതിയ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ജൂൺ 2 ശേഷം മീനം രാശിക്കാർക്ക് സാധിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്കും ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മീനരാശിക്കാർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതിന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലി മാറ്റം കുറച്ച് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. പ്രധാനമായിട്ടും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർ, സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിയുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം ഉണ്ടാകും. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ഈ വ്യാഴമാറ്റം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഒരു വർഷക്കാലം ആ 7.5 ശനിയുടെ ദോഷം, ആ ജന്മശനിയുടെ ദോഷം വിട്ടുമാറും. കാരണം വ്യാഴം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. എപ്പോഴൊക്കെയാണോ വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ആ സമയം നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടി നിന്നിരുന്ന ആ കാർമേഘം വിട്ടുമാറി ആ സൂര്യൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് വീശുമെന്നുള്ളതാണ്. അതുകൊണ്ട് മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അത് ആരോഗ്യപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ചെയ്യുന്ന ജോലി സംബന്ധിച്ചിട്ടോ അതല്ല മറ്റ് ഭൂമി ഗൃഹം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോ സന്താനങ്ങൾ മുഖാന്തരം വിഷമതകൾ അനുഭവിക്കുന്നവരോ എന്ത് തന്നെയാണെങ്കിലും അതിലൊക്കെ മാറ്റമുണ്ടാകും. പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് മീനം രാശിക്കാരായ മാതാപിതാക്കൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ പല നല്ല കാര്യങ്ങളും നന്മകളും ഈ ഒരു വർഷക്കാലം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മീനം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഉയർ വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല വിവാഹവും അതുപോലെ സന്താന ഭാഗ്യം, പുത്രഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണിത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷമാണ്. നിങ്ങളെ ഇപ്പോൾ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ആ 7.5 ശനി, അതിലെ ജന്മശനിയുടെ ആ ശക്തി വിട്ടുമാറി ആ വ്യാഴം നിങ്ങൾക്ക് അത്രമേൽ അനുഗ്രഹങ്ങൾ നൽകുന്നത് കൊണ്ട് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരും. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വിവാഹത്തിൻ്റെ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അതൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം. എല്ലാ തരത്തിലും മീനം രാശിക്കാർക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള സമയം. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.